പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. നന്നായിരിക്കുന്നുവോ? ധൈര്യമായിരിക്കുന്നുവോ? ഭയപ്പെടുത്തുന്നത് പോലെ എന്തോ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ടല്ലേ? അതോർക്കുമ്പോഴേ പേടിയാവുന്നു. അതിനെപ്പറ്റി സംസാരിച്ചാലേ പേടി തോന്നുന്നു. എന്താകും എന്ന് പേടിയാവുന്നു. അങ്ങനെ പേടിപ്പിക്കുന്ന ഏതോ ഒരു കാര്യം നിങ്ങളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുകയാണോ? അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സിനുള്ളിൽ ഒരു പരിഭ്രമമുണ്ടാകുന്നു. ഭയം കൂടുതലാകുമ്പോൾ ഒരു പരിഭ്രമം, ഹൃദയത്തിനകത്തൊരു പരിഭ്രമം, വല്ലാത്ത പരിഭ്രമം തോന്നുന്നു. എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാവുന്നു എന്നെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? ഭയത്തിന്റെ ഉച്ചസ്ഥിതിയാണ് പരിഭ്രമം. അപ്പോൾ നമ്മുടെ മനസ്സിൽ പരിഭ്രമം തോന്നുന്നു എന്ന് പറയാറില്ലേ? വല്ലാത്ത പരിഭ്രമമാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിലായിരിക്കുന്ന നിങ്ങളോട് ദൈവം പറയുകയാണ്. 2 ദിനവൃത്താന്തം 20-ാം അധ്യായത്തിൽ 15-ാം വാക്യം. അതിങ്ങനെയാണ്: നിങ്ങൾ ഭയപ്പെടരുത്, ഭ്രമിക്കയുമരുത് എന്ന് യഹോവ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ ഭയപ്പെടാതെയും പരിഭ്രമിക്കാതെയും ഇരിക്കണം. പറയാനും കേൾക്കാനുമൊക്കെ നന്നായിരിക്കുന്നു. ഭയപ്പെടരുത് എന്ന് പറയുമ്പോൾ അത് പറഞ്ഞു കേൾക്കുമ്പോൾ നന്നായിട്ടുണ്ടാവും. പക്ഷേ ഭയപ്പെടുന്ന ഒരവസ്ഥയുണ്ടല്ലോ, പരിഭ്രമിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ. എങ്ങനെ ഭയപ്പെടാതെയും പരിഭ്രമിക്കാതെയും ഇരിക്കാനാവുമെന്ന് ചിന്തിക്കുകയാണോ? പറയുന്നത് ഒരു മനുഷ്യനാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിചാരിക്കാം, നിങ്ങൾക്ക് പറയാം. പക്ഷേ എന്റെ പ്രശ്നം വളരെ വലുതാണ് എന്ന് നിങ്ങൾ പറയുമായിരിക്കും. പറയുന്നതാരാണ്? കർത്താവ്. ഭയപ്പെടരുത്, പരിഭ്രമിക്കരുത് എന്ന് യഹോവ നിങ്ങളോട് പറയുന്നു. ആരാണത്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവൻ, നിങ്ങളെ സൃഷ്ടിച്ചവൻ, സകലവും തന്റെ കൈക്കുള്ളിൽ അടക്കിയിരിക്കുന്ന ദൈവം. എന്തും മാറ്റാൻ അവനെക്കൊണ്ട് സാധിക്കും. ഏതവസ്ഥയെയും നന്മയാക്കി മാറ്റാൻ അവന് സാധിക്കും. എന്തും തടഞ്ഞു നിർത്തുവാനും അവന് സാധിക്കും. ആ ദൈവമാണ് നിങ്ങളെ നോക്കി പറയുന്നത്, ഭയപ്പെടാതെയും പരിഭ്രമിക്കാതെയും ഇരിക്കൂ. ലോകത്തിൽ ഇവയെല്ലാം വരും പോകും. കാരണം പിശാച് എന്ന് പറഞ്ഞൊരുത്തനുണ്ടല്ലോ. നിങ്ങളെ പരിഭ്രമിപ്പിക്കണം, പേടിപ്പിക്കണം, നിങ്ങളുടെ സന്തോഷം ഇല്ലാതാക്കണം, സമാധാനം ഇല്ലാതാക്കണമെന്ന് അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കും. ഭയപ്പെടുത്തുന്ന ഒരു പരിതസ്ഥിതി ഉണ്ടാക്കും. പരിഭ്രമിപ്പിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കി നമുക്ക് കാണിച്ചു തരും. അത് തന്നെ ചിന്തിച്ച് ഭയപ്പെടാതെ നിങ്ങളുടെ അരികിലുള്ള യേശുവിനെ നോക്കൂ. യേശു നിങ്ങളുടെ തോളിൽ കൈവച്ചുകൊണ്ട് പറയും, ഭയപ്പെടരുത് മകളെ, മകനെ ഭയപ്പെടേണ്ട, പരിഭ്രമിക്കേണ്ട, ഞാൻ നിന്റെ അടുത്തില്ലേ, ഞാൻ നിന്റെ കൂടെയില്ലേ എന്ന് പറയും. ഇപ്പോൾ ഒരു നല്ല തിരക്കുള്ള സ്ഥലത്തുകൂടി ഒരു പിതാവ് തന്റെ കുട്ടിയെ കൊണ്ടുപോകുന്നു എന്നിരിക്കട്ടെ. പെട്ടെന്ന് കറന്റ് ഓഫായി ഇരുട്ടായാൽ ഒരു പേടിയുണ്ടാവും. അപ്പോൾ പിതാവ് പറയും, അച്ഛൻ കൂടെ തന്നെയുണ്ട്, പേടിക്കേണ്ട, നിന്റെ അടുത്ത് തന്നെയുണ്ട്, നീ എന്റെ കൈ പിടിച്ചോളൂ. അത് കേട്ട ഉടനെ ആ കുട്ടിയുടെ ഉള്ളിലുള്ള പേടി മുഴുവനും പോകും. ധൈര്യമുണ്ടാകും, എന്റെ അച്ഛൻ കൂടെയുണ്ട്. അച്ഛൻ കൈ മുറുകെ പിടിക്കും. അതുപോലെയാണ് യേശു പറയുന്നത്, ഞാൻ അടുത്ത് തന്നെയുണ്ട്, എന്റെ കൈ പിടിച്ചോളൂ, എന്റെ കൂടെ നടന്നോളൂ, നമുക്കിവിടെ നിന്നും കടന്നു പോകാം, അതിനാൽ പരിഭ്രമിക്കേണ്ട എന്ന് യേശു പറയുന്നു. ഇപ്പോൾ നിങ്ങൾ എന്തു പറയണം? യേശുവേ, ഞാൻ ഭയപ്പെടുകയില്ല, പരിഭ്രമിക്കില്ല, കാരണം അങ്ങെന്റെ കൂടെയുണ്ട്, അങ്ങെന്റെ കൈ പിടിച്ചിട്ടുണ്ട്, എന്റെ കൂടെ തന്നെ നടക്കുന്നുണ്ട്. ഭയവും പരിഭ്രമവും ഉണ്ടാക്കുന്ന പിശാചാണ് നാണം കെടാൻ പോകുന്നത്. ഞാനിത് കടന്നു പോകുമെന്ന് പറയുമോ? അപ്പോൾ യേശു വളരെയധികം സന്തോഷിക്കും. അതാണ് നിങ്ങളുടെ വിശ്വാസം. ദൈവത്തെ നോക്കി പറയൂ, യേശുവേ, അങ്ങെന്റെ പിതാവാണ്, എന്റെ എല്ലാമാണ്. ഞാൻ ഭയപ്പെടുകയില്ല, പരിഭ്രമിക്കുകയില്ല, അങ്ങയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കും. അങ്ങെന്റെ കൂടെയുണ്ട്. ഭയപ്പെടുത്തുന്ന എല്ലാ പരിതസ്ഥിതികളും അങ്ങ് മാറ്റും. പരിഭ്രമമുണ്ടാക്കുന്ന എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാവും. ഇന്നൊരത്ഭുതത്തെ പ്രതീക്ഷിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ